الحمد لله الذي هدانا لهذا ما كنا نهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب اركض برجلك هذا مغتسل بارد وشراب ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب. واذكر عبدنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار وإنا أخلصناهم بخالصة ذكر الدار وإنهم عندنا لمن المقربين الأخيار. واذكر إسماعيل واليسع وذا الكفل وكل من الأخيار. هذا ذكر وإن للمتقين لحسن مآب. جنات عدن مفتحة لهم أبواب متكئين فيها يدعون بفاكهة كثيرة وشراب وعندهم قاصرات الطرف أتراب. هذا ما توعدون ليوم الحساب. إن هذا لرزقنا ما له من نفاد. هذا وإن للطاغين لشر مآب. جهنم يصلونها فبئس المهاد. هذا فليذوقوا حميم وغساق وآخر من شكله أزواج. هذا فهد مقتحم معكم لا مرحبا بهم إنهم صالوا النار. قالوا بل أنتم لا مرحبا بكم أنتم قدمتموه لنا فبئس القرار. قالوا ربنا ما قدم لنا هذا فزده عذابا ضيقا في النار. അല്ലാഹു അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് സ്വാദ് 41 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓതി വെച്ചത്. ഇത് സാധാരണഗതിയിൽ ചെറിയ ചെറിയ സൂറത്തുകളാണ് ഇത് പഠിക്കുന്നത്. വലിയ സൂറത്തുകളാകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും പരസ്പരം കാര്യങ്ങൾ ഗ്രഹിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. എന്നാൽ ഈ സൂറത്തും ഇതിനു മുമ്പുള്ള സൂറത്തുമൊക്കെ ചെറിയ 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 ആയത്തുകളായതുകൊണ്ട് ഒന്നിച്ചൊന്നിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പ്രയാസം തോന്നുന്ന ആയത്തുകളാണ്. എന്നാൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉൾക്കൊള്ളാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ആയത്തുകളാണ്. നോക്കൂ, ആദ്യമായി പറയുന്നത് ഉദ്കുർ അബ്ദന, നമ്മുടെ ദാസനായ അയ്യൂബിനെ സ്മരിക്കുക. ഉദ്കുർ അബ്ദന അയ്യൂബ, നമ്മുടെ ദാസൻ അയ്യൂബിനെ നിങ്ങൾ സ്മരിക്കുക. ഇതിനാദാഹു, അദ്ദേഹത്തെ നിങ്ങൾ ഓർമ്മിച്ചു.
നാദാഹു അദ്ദേഹത്തെ ഓർമ്മിച്ചു. അതിന് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കാൻ എളുപ്പമുള്ളതാണെങ്കിലും ചെറിയ ചെറിയ ആയത്തുകളായതുകൊണ്ട് അയ്യൂബ് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അയ്യൂബ് നബി എന്ന പ്രവാചകനാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. 2-3 ആയത്തുകൾ ഈ കാര്യങ്ങളിലുണ്ട്. നമുക്ക് ആയത്തുകൾ ശ്രദ്ധിക്കാം. ഒതുക്കുറെ ഇന്ധന നമ്മുടെ അബുദനായ ഒതുക്കുറെ അബുദന അയ്യൂബ, നമ്മുടെ ദാസനായ അയ്യൂബ് നബിയെ നിങ്ങൾ സ്മരിക്കുക. ഇതിനാദാ റബ്ബഹു, അദ്ദേഹത്തെ വിളിച്ചു. തന്റെ ആദാ റബ്ബഹു, തന്റെ നാഥൻ അദ്ദേഹത്തെ വിളിച്ചു. ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്വാനു, തീർച്ചയായും പിശാച് എന്നെ ബാധിച്ചിരിക്കുന്നു. മസ്സ തന്നെ ബാധിച്ചു എന്നാണ്. മസ്സനിയ ശൈത്വാനു, പിശാച് എന്നെ ബാധിച്ചിരിക്കുന്നു. പിന്നെ ഉസുബിൻ, ക്ലേശസഹിതമാണ്, ക്ലേശത്തോടുകൂടി സമീപിച്ചു. അത് നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ അന്നീ മസ്സനിയ ശൈത്വാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും പെട്ട പല കഥകളിൽ ഒരു കഥ ഈ സുഹൃത്തിലും മറ്റു സുഹൃത്തുക്കളിലൊക്കെ പറഞ്ഞത് തന്നെയാണ്. എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായ രോഗങ്ങളുണ്ടായി. ആ രോഗങ്ങളുണ്ടായപ്പോൾ അതിനെപ്പറ്റിയാണ് അന്നീ മസ്സനിയ ശൈത്വാൻ, പിശാച് എന്നെ ബാധിച്ചു, പിശാച് എന്നെ ബാധിച്ചു. ആ ബാധിച്ചത് എന്തായെന്ന് വെച്ചാൽ ബിനുസുബിൻ, പലതരത്തിലുള്ള ക്ലേശങ്ങളാണ് അദ്ദേഹത്തെ ബാധിച്ചത്. ആ ബാധിച്ച അവസ്ഥയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉറുക്കുത്, അങ്ങനെ താങ്കൾ അടിക്കുക, നിലത്തടിക്കുക. ബിറജുലിൻ, താങ്കളുടെ കാലുകൊണ്ട് അടിക്കുക. നിലത്തടിക്കുക, എന്തുകൊണ്ടടിക്കുക? ബിറജുലിൻ, കാലുകൊണ്ട് അടിക്കുക. ഹാദാ മൂത്തസലുൻ, ഇതാ ഒരു വെള്ളം. എന്തുള്ള വെള്ളം? മൂത്തസലും, കുടിക്കാൻ കുടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മൂത്തസലും. ബാരിതും, തണുപ്പുള്ള, കുടിക്കുമ്പോൾ തന്നെ തണുപ്പ് കൊണ്ടുണ്ടാകുന്ന ഇതുപോലുള്ള കാലമായിരിക്കും അത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അധികം ചൂടുള്ള കാലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഹാദാ മൂത്തസലും ബാരിതും, തണുപ്പുള്ള കാലമാണിത്. ഇപ്പൊ ഷറാബ്, ധാരാളം, പിന്നെ മറ്റു കുടിക്കാനുള്ള വെള്ളവും, കുടിക്കാനുമുള്ള വെള്ളം. നേരത്തെ പറഞ്ഞത് കുടിക്കാനുള്ള വെള്ളമാണ്, എന്നാൽ ഇവർ പറഞ്ഞത് കുളിക്കാനുള്ള വെള്ളമാണ്. അപ്പൊ ധാരാളം കുടിക്കാനുമുള്ള വെള്ളം നിങ്ങൾ കൊണ്ടുപോവുക. ഇത് രണ്ടും നിങ്ങൾക്കുണ്ട്. വഹാബിനാലഹു, നിങ്ങൾക്ക് അവൻ സമ്മാനിച്ചിരിക്കുന്നു. വാഹിലഹു, അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും സമ്മാനിച്ചിരിക്കുന്നു. മിസ്ലഹും, അദ്ദേഹത്തെ പോലുള്ളവർക്കും. മാഹു, തത്തുല്യമായ പ്രകൃതിപ്പെട്ട ആളുകൾക്കും. റഹ്മത്തൻ മിന്ന, വ്യത്യസ്തമായ കാര്യങ്ങളുള്ള റഹ്മത്തും മിന്ന, നമ്മിലുള്ള അനുഗ്രഹമുള്ള ആളുകളും. ഒതിക്കറ, പാഠം ഉൾക്കൊള്ളുന്ന ആയിമാനും. ഈ ഉലിൽ അൽബാബ്, വ്യത്യാസമുള്ള വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുമുള്ളത്. ഇതൊക്കെ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതും അതിന്റെ പുറമെയാണ് നേരത്തെ പറഞ്ഞ രോഗമുണ്ടായത്. വഹുദ്, താങ്കൾ പിടിക്കുക. എന്ത് പിടിക്കുക? ബിയദിക, താങ്കളുടെ കൈകൊണ്ട് പിടിക്കുക. ലേസൻ, പുൽക്കറ്റ എന്ന് പറഞ്ഞാൽ സാധാരണ പിന്നെ അടിക്കാൻ ഉപയോഗിക്കുന്നത് പോലുള്ള വടിയല്ല, പുൽക്കറ്റ പോലെയാണ്. ആ പുൽക്കറ്റ നീ പിടിക്കുക. ഒതുബിഹി, അതുകൊണ്ട് നിങ്ങൾ അടിക്കുക. വലാ തഹനസ്, താങ്കൾ അവരെ ശബ്ദം കൊണ്ട് അടിക്കരുത്, ശബ്ദം കൊണ്ട് ചെയ്യുക. ഇന്നാ വജദ്നാഹു, അദ്ദേഹത്തിന് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. സാബിറൻ, ക്ഷമാശീലന്റെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നേമൽ അബദു, അവന്റെ ദാസൻ എത്രമാത്രം അള്ളാഹുവിന്റെ അനുഗ്രഹം പിടിപെട്ടവനാണ്. അതുകൊണ്ട് ആ ദാസൻ എത്രമാത്രം നല്ലവനാണ് എന്ന് അള്ളാഹു തആല പറയാണ്. ഇന്നഹു അവ്വാബ്, അദ്ദേഹം വളരെയേറെ പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവനാണ്. ഒതുക്കുക, താങ്കൾ ഓർക്കുക. ഇബാദന, നമ്മുടെ ഇഷ്ടദാസന്. ഉലിൽ ഐദി, വ്യത്യസ്തമായ കൈകളുള്ള. വലബസാറ്, കാലുകൾ, ദീർഘമായ കഴിവുകളുമുള്ള. അതുകൊണ്ട് നിങ്ങൾ അത് ഉള്ളവർ പിടിക്കുക. ഇന്ദാ അഖിലസിനാഹും, നിഷ്കളങ്കനാക്കി നിങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തുക, നിഷ്കളാക്കുക. ഈ ഹാരിസത്തിൻ, ദിവ്യബോധനത്തോടെ നിങ്ങൾ അവനെ ഭയപ്പെടുത്തുക. നിക്കറദാറ്, ഭവനത്തിന്റെ പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക.
ഇക്കറദ്ദാറും അന്നഹും ഇന്ധന ഇന്നഹും തീർച്ചയായും അത് ഇന്ധന നമ്മുടെ അടുത്താണ്. മിനൽ മുസ്തഫൈനുള്ള അഹയാറ് മിനൽ മുസ്തഫൈന് പുണ്യാത്മാക്കളുള്ള പ്രവാചകനും അത് അഹ്യാറ് പുണ്യവാളനും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ ആ പുണ്യന്മാർക്ക് ഉൾക്കൊള്ളുക. ഇപ്പൊ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ കഥ ഇവ അവസാനിക്കുകയാണ്. അപ്പോ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ കഥ പറയാം. വേറൊരു കഥ ഇനി തുടർന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒതുക്കുడు നിങ്ങൾ ഓർമ്മിക്കുക ഇസ്മായിലിനെ ഓർക്കുക, വല്യസേനയും ഓർക്കുക, ദുൽകിഫിലിനെയും. അപ്പൊ ഇസ്മായില്, വല്യസ, ദൽകിഫില് 3 പേരെയും ഓർമ്മിക്കുക. അപ്പൊ കുല്ലും മിനൽ അഹ്യാറ് ഇവരെല്ലാം പുണ്യവാന്മാരായ ആളുകളാകുന്നു. ദിക്റും ഇവരെല്ലാവരും ഉത്ബോധം സിദ്ധിച്ചവരാകുന്നു. ഇന്നലിൽ മുത്തഖീന തീർച്ചയായും മുത്തഖീകൾ കൊണ്ട് ലഹുസ്ന മആബ് ഏറ്റവും പ്രയാസകരമായ ലഹുസ്ന മആബ് സങ്കേതം തള്ളിയാകുന്നു. ലഹുസ്ന മആബ് ജന്നാത്തിൽ അദിനിൻ നിത്യമായ സ്വർഗത്തിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ജന്നാത്തി അതിന് ഈ തോട്ടത്തിലുള്ള അള്ളാഹു തോട്ടത്തിലുള്ളത് മുഫത്തഹത്തൻ തുറന്നു വെക്കപ്പെട്ട ലഹും അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട അബുവാബ് കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട മുത്തഖീന ഫീഹ അതിലവർക്ക് മുത്തഖീന നിലവിലുള്ള മുത്തഖീന എന്ന് പറഞ്ഞാൽ അതിലവർ ചാരിക്കിടക്കും. മുത്തഖീന ഫിഹ അതിലവർ ചാരിക്കിടക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കഥ. മുത്തഖീന ഫിഹ അതിലവൻ ചാരിക്കിടക്കും. യദൂന ഫിഹ അതിലവൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഫാകിഹത്തിൻ കസീറ ധാരാളം പഴങ്ങളുള്ള വസ്തുക്കൾ, ശറാബ് പാനീയങ്ങളുള്ള ധാരാളം പാനീയങ്ങളുമുള്ള പഴങ്ങളും അവർക്കുണ്ട്. വൈന്ദവും അവന്റെ അടുത്തുണ്ട്. കാസിറാത്തു തെർഫി കണ്ണും അതുപോലെ നോട്ടവുമെല്ലാമുള്ള തെർഫ് എന്ന് പറഞ്ഞാൽ കണ്ണുകളാണ്. കാസിറാത്തു തെർഫി എന്ന് പറഞ്ഞാൽ കാസിറാത്ത് പറഞ്ഞാൽ ലജ്ജാപതിയായ എന്ന് പറഞ്ഞാൽ കണ്ണ് സാധാരണഗതിയിൽ സ്ത്രീകൾ നോക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന നോട്ടത്തിനാണ് കാസിറാത്ത് എന്ന് പറയാം. ഇവിടെ പറയുന്നത് ലജ്ജാവതിയായ സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് കണ്ണുകൾ കൊണ്ടും നോട്ടം കൊണ്ടുമൊക്കെ ലജ്ജാവതികളായ സ്ത്രീകളാകുന്നു. അത്രാബ് അവർ സമവയസ്കരുമാണ്. ഹാദാമാതു അദൂന ഇതാ അവർക്ക് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന കരാറ് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന അവരുണ്ട്. യോമിൽ ഹിസാബ് വിചാരണ നാളിൽ യോമിൽ ഹിസാബ് വിചാരണ ദിവസം അവന് വേണ്ടി അവൻ അള്ളാഹു തആല ഒരുമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നഹാദാ തീർച്ചയായും ഇത് രിസ്ഖുന നമ്മുടെ വിഭവങ്ങളാണ്. മാലഹു മിൻ നഫാദ് അതൊരിക്കലും അവസാനിക്കാത്ത പ്രയാസങ്ങളില്ലാത്ത അതാണ് അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല പറയാണ് വൈന്നരി താഗീന എന്നാൽ ദൈവിക നിയമങ്ങളിൽ നിന്ന് അവസാനിപ്പിക്കുന്ന ആളുകൾ ഷർറമാബ് അത് അവർക്ക് യാതൊരു പ്രയാസവുമില്ലാത്ത നാശങ്ങളാണ് അവർക്കുണ്ടാകുക. ജഹന്നം അവർക്ക് നരകമാണ് ഉണ്ടാവുക. യസ്ലൗനഹ അതിലവർ പ്രയാസത്തോടുകൂടി പ്രവേശിപ്പിക്കും. ലബീസൽ മിഹാദ് എത്ര ദുഷ്ടരായ ശൈലിയാണത്. ആദാ ഇത് നോക്കൂ പല്യതൂക്കൂ അവരാസ്വദിക്കട്ടെ ആസ്വദിച്ചു കൊള്ളട്ടെ. ഹമീമും ചുട്ടുപഴുത്ത വെള്ളം തിളച്ചും ചുട്ടുമൊക്കെ ഉണ്ടാകുന്ന വെള്ളം അങ്ങനെയുള്ള വെള്ളം ആ വെള്ളമാണ്. വസാക്ക് ക്ഷീണമുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം പ്രയാസമുണ്ടാകുന്ന അതൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം. ശക്തിഹി അവന്റെ രൂപത്തിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് അസ്വാജ് വ്യത്യസ്തങ്ങളായ ആളുകളാണ്. മുഫത്തഹത്തൻ ഫൗജുൻ മുഖ്തഹിമുൻ ഫൗജുൻ വ്യത്യസ്ത സംഘങ്ങൾ മുഖ്തഹിമും മഴക്കും അവരോടൊപ്പമുള്ള
ലാ മർഹബൻ ബിഹിം, അവർക്ക് സ്വാഗതമില്ല. ലാ മർഹബൻ ബിഹിം ഇന്നഹും ലസാലുൽ ജഹീ, ഇന്നഹും അവർ ലസാലുൽ നാർ, നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. കാലു അവർ പറയും അന്തും ലാ മർഹബൻ ബിക്കും, ഇല്ല നിങ്ങൾക്ക് സ്വാഗതമില്ല. അന്തും കത് കദ്ദംതുമൂഹു ലനാ, അന്തും നിങ്ങൾ കത് കദ്ദംതുമൂഹു, നിങ്ങൾ അതിനെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹബീസൽ ഖറാറ്, എന്തൊരു ദൃഷ്ടാന്തമാണ് വാസസ്ഥലം. ഹബീസൽ ഖറാറ്, എത്ര ദുഷിച്ച വാസസ്ഥലം. ആരും അവർ പറയുന്നു റബ്ബനാ, ഞങ്ങളുടെ നാഥ, മൻ ഖദ്ദമലന, നീ എത്രയാണ് ഭിന്നിച്ചത്, ലമ്മാഹാദ, ഈ അവസ്ഥയിൽ പ്രതിദുഹു, അതുകൊണ്ട് നീ വർദ്ധിപ്പിച്ചു കൊടുക്കുക. അദാബൻ വേഫൻ, അദാബൻ ശിക്ഷ, വേഫൻ ശക്തമായ ശിക്ഷ, പിന്നാലെ നരകത്തിൽ. അപ്പോൾ ഫസിദുഹു, നീ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അദാബൻ വേഫൻ, പ്രയാസപ്പെടുന്ന ശിക്ഷകൾ, പിന്നാലെ നരകത്തിൽ. അപ്പൊ നരകത്തിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തമായ വിഭവങ്ങളോടെ അവർക്ക് പ്രയാസങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഈ ആയത്തുകളും ഈ ഹദീസുകളും ഒക്കെ, ഈ ആയത്തുകളും ഈ പ്രാർത്ഥനകളും ഒക്കെ വളരെ പ്രയാസപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിയുന്ന പ്രവാചകന്മാരുടെ ഇവിടെ പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ 2-3 പ്രവാചകന്മാർ, ഇസ്ഹാഖ്, അതുപോലെ ഇസ്മായിൽ, വല്യസവ്, അവരൊക്കെ അവരുടെ കഥ പറയും. അവരൊക്കെ പല കാര്യങ്ങളും പഠിപ്പിച്ചതാണ്. അയ്യൂബ് നബി, അത് വേറൊരു പ്രവാചകനാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ കഥകളെല്ലാം പഠിപ്പിച്ചു തന്നത് അള്ളാഹു തആല നമുക്ക് ഓർപ്പിച്ചു തന്നതെന്ന് വെച്ചാൽ, നമ്മൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നഹും ലസാലുൽ നാർ, അവർ നരകത്തിൽ കിടന്ന് വെന്തെരിയും. ഇന്നഹും, തീർച്ചയായും അവർ സാലുൽ നാർ, നരകത്തിൽ അവർ വെന്തെരിയും. അത് കാര്യം അവർ പറയും അന്തും ലാ മർഹബൻ ബിക്കും, സ്വാഗതമില്ല, നിങ്ങൾക്ക് അവർക്ക് സ്വാഗതമില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. അത് അവിടെ പറഞ്ഞു ഫസിദുഹു, നിങ്ങൾ വർദ്ധിപ്പിക്കുക. അദാബൻ ലേഫൻ, ശക്തിയായ എന്ന് പറഞ്ഞാൽ ഇരട്ടിയായ ശിക്ഷകൾ അവർ വർദ്ധിപ്പിക്കുക നരകത്തിൽ. അങ്ങനെ നരകത്തിൽ വെച്ച് ശിക്ഷകൾ വർദ്ധിപ്പിച്ചിട്ടും നമ്മൾ തെറ്റായ മാർഗങ്ങളിലാക്കാൻ പോകുന്നെങ്കിൽ ആരും അവർ പറയും റബ്ബനാ നാഥ മൻ ഖദ്ദമലന, ആരാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്, ഫസിദുഹു, അതിനാൽ നീ ഞങ്ങളെ വർദ്ധിപ്പിച്ചരണം. അദാബൻ ലേഫൻ, ശക്തമായ ശിക്ഷ, പിന്നാലെ നരകത്തിൽ വെച്ച് ശക്തമായ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത പരിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.